ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന പാഠഭാഗത്തിലെ ചില ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 30 meters long and 10 meters wide. Within it, a triangular part is marked for planting. What is the area of this part? What is the area of the triangular part to the right of the area for plantain? What is the area of the trapezium to the left of the plantain area? ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ ഏരിയ ആണ്. ഇവിടെയാണ് പ്ലാന്റെയിൻ പ്ലാന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ഒരു സൈഡും അതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിന്റെ പകുതിയാണ്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് 20 മീറ്റർ ആണെന്ന് തന്നിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാർ അതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? നമുക്കറിയാം ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഈ ലെങ്ത് 10 മീറ്റർ ആണ്. അപ്പോൾ ഈ ലെങ്തും എത്ര മീറ്റർ തന്നെ ആയിരിക്കും? 10 മീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 × 20 × 10. That is half into 200. That is 100 square meter ആയിരിക്കും പ്ലാന്റെയിൻ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. അടുത്ത ചോദ്യം, what is the area of the triangular part to the right of the area of the plantain? അതായത് ഈ പ്ലാന്റെയിൻ ഏരിയയുടെ വലതുഭാഗത്ത് കിടക്കുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു റെക്ടാങ്കിളിന്റെ പാർട്ടാണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 × 16 × 10 ആയിരിക്കും. ദാറ്റ് ഈസ് 160 × 1/2. ദാറ്റ് ഈസ് 80 സ്ക്വയർ മീറ്റർ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രപീസിയം ടു ദ ലെഫ്റ്റ് ഓഫ് ദ പ്ലാന്റെയിൻ ഏരിയ? ഈ പ്ലാന്റെയിൻ ഏരിയയുടെ ലെഫ്റ്റിൽ കാണുന്ന ഈ ട്രപീഷ്യത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം. അതായത് ഇതിന്റെ ലെങ്ത് 30 ആണ്, വിഡ്ത് 10 ആണ്. അപ്പോൾ ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ 30 × 10 300 സ്ക്വയർ മീറ്റർ ആയിരിക്കും. അതിൽ നിന്നും ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയും ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയയും ഒന്ന് മൈനസ് ചെയ്താൽ പോരെ? ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ 100 സ്ക്വയർ മീറ്റർ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ 80 സ്ക്വയർ മീറ്റർ ആണ്. അപ്പൊ 300ൽ നിന്നും ഈ 100ഉം 80യും അതായത് 100 and 80 മൈനസ് ചെയ്താൽ നമുക്ക് ഈ ലെഫ്റ്റിലുള്ള ട്രപീഷ്യത്തിന്റെ ഏരിയ കിട്ടുമല്ലോ. അപ്പോൾ ട്രപീഷ്യത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 300 - 180 = 120 സ്ക്വയർ മീറ്റർ ആയിരിക്കും. ഓക്കെ. In the figure, ABCD is a rectangle and EFG is a right-angled triangle. What are the areas of the trapeziums AFED and ECBF? അതായത് AFED എന്ന് പറയുന്ന ഈ ട്രപീഷ്യത്തിന്റെയും ECBF എന്ന് പറയുന്ന ഈ ട്രപീഷ്യത്തിന്റെയും ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കാദ്യം ഏരിയ ഓഫ് ECBF കണ്ടുപിടിക്കാം. ഈ ECBF കണ്ടുപിടിക്കാൻ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ അതായത് ECBG എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയയും ഈ EFG എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ പ്ലസ് ചെയ്താൽ മതിയല്ലോ. ഈ ECBG എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 10 × 6 60 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയയോ ഇതിന്റെ ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് ഒന്ന് 4 സെന്റിമീറ്റർ ആണ്, മറ്റേ പെർപെൻഡിക്കുലർ സൈഡോ 10 സെന്റിമീറ്റർ ആയിരിക്കും ഇല്ലേ? അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 × 10 40. 40യുടെ ഹാഫ് 20 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഏരിയ ഓഫ് ദ ട്രപീസിയം ECBF എന്ന് പറയുന്നത് ആദ്യത്തെ ആ റെക്ടാങ്കിളിന്റെ ഏരിയ അതായത് ECBG എന്ന റെക്ടാങ്കിളിന്റെ ഏരിയ 6 × 10 60 സ്ക്വയർ സെന്റിമീറ്റർ. അതിന്റെ കൂടെ ആ EFG എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ 4 × 10 40. 40യുടെ പകുതി 20 പ്ലസ് ചെയ്യുക. അപ്പോൾ ട്രപീസിയം ECBFന്റെ ഏരിയ എന്ന് പറയുന്നത് 60 + 20 80 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഇനി അതിന് തൊട്ട് ഇപ്പുറത്തുള്ള ട്രപീസിയം അതായത് ട്രപീസിയം AFEDയുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഫുൾ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്നും ട്രപീസിയം ECBFന്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്താൽ പോരെ ഏരിയ ഓഫ് AFED കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ്? റെക്ടാങ്കിളിന്റെ ലെങ്ത് 14 + 6 20 ആണ് അല്ലെ? അതിന്റെ വിഡ്ത്തോ
10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ABCD എന്ന് പറയുന്നത് 20 × 10 200 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ നിന്നും നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ECBFന്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ട്രപ്പീഷ്യം AFED യുടെ ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രപ്പീഷ്യം AFED എന്ന് പറയുന്നത് 200 മൈനസ് 80 120 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. In triangle ABC, the angle at B is right. Its area is 42 square centimeters and the length of BC is 8 centimeter. The side of BC is extended by 6 centimeters to D. What is the area of the triangle ADC? അതായത് ഈ ട്രയാങ്കിൾ ADC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് ഈ BCയുടെ ലെങ്ത് ഡിയിലേക്ക് നീട്ടുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ട്രയാങ്കിൾ ആണിത്. അതിൽ CD എന്ന് പറയുന്നതിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ 6 ഇൻറ്റു അതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് AB ആണ്. ആ 6ന് കൂടെ AB മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താലാണ് ട്രയാങ്കിൾ ACDയുടെ അതായത് ട്രയാങ്കിൾ ADCയുടെ ഏരിയ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ABയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇവിടെ ABCയുടെ ഏരിയ 48 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ABCയുടെ ഏരിയ 48 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ് താനും. അപ്പോൾ ABCയുടെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു AB ഇൻറ്റു BC ആണ് 48 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ BC എന്ന് പറയുന്ന 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു AB ഇൻറ്റു 8 ആണ് 48 സ്ക്വയർ സെന്റിമീറ്റർ. ഹാഫ് ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു AB ആണ് 48 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ AB എന്ന് പറയുന്നതോ 48 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ AB 12 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ACD എന്ന് പറയുന്നത് ഈ CDയുടെ ലെങ്തിനോട് അതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ തന്നെയാണല്ലോ 12. അപ്പോൾ ആ CDയുടെ ലെങ്തും 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താൽ പോരെ. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ACD എന്ന് പറയുന്നത് 12 ഇൻറ്റു 6 divided by 2 that is half into AB into CD that is half into 12 into 6 ആയിരിക്കും. that is എത്ര കിട്ടും? 72 divided by 2 36 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ.